നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിരിക്കും. അതായത് ഇപ്പോൾ സെറ്റ് 2 പ്രോഗ്രാംസ് ആയിരിക്കും. ഇതിൽ കുറച്ചുകൂടി പ്രോഗ്രാംസ് നമ്മൾ നോക്കാനുണ്ട്. അതായത് ഇന്നലെ നോക്കിയത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇത് അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ചെറിയ ഡിഫറൻസ് കുറച്ചുകൂടി നമ്മൾ ആലോചിക്കേണ്ട വിധത്തിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ഇതിൽ നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ദി കേസ് ഓഫ് എ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ സ്മോൾ ലെറ്ററാക്കി മാറ്റാനും, ഇല്ല സ്മോളിലാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ക്യാപിറ്റലാക്കി മാറ്റാനുള്ള ഒരു പ്രോഗ്രാം. അതെങ്ങനെ നോക്കാം. ഇപ്പോൾ ഒരു ആൽഫബറ്റ്, അതായത് ഒരു ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് യൂസറിൻ്റെ നിന്ന് വാങ്ങാം. ഓക്കെ, printf enter a character. Okay, scanf %c, %ch. ഓക്കെ, ഇപ്പോൾ ഇത് ക്യാപിറ്റലിലാണോ ഓൾറെഡി ഉള്ളത് ഇല്ല സ്മോളിലാണോ ഓൾറെഡി ഉള്ളതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യാം. അതായത് #include c type, അതായത് ക്യാരക്ടർ ടൈപ്പ് .h, അങ്ങനെ ഒരു ഹെഡർ ഫയൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എസ് ലോവർ എസ് അപ്പർ പറഞ്ഞിട്ട് 2 ഫങ്ഷൻസ് ഉണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലാണ് c_type.h. ഇപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഹെഡർ ഫയൽ കൊടുത്തു തന്നെ ആകണം. ഓക്കെ, ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഇഫ് is lower of ch. ഓക്കെ, ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈസ് ലോവർ പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് എന്ത് കൊടുക്കണോ, ക്യാരക്ടർ ഈ വേരിയബിൾ കൊടുക്കണം. ഈ ക്യാരക്ടറിൽ നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങിയ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെ ഈ ഫംഗ്ഷനിൽ പാസ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനിലുള്ളത് എന്തൊക്കെയാണെന്ന്, അതായത് സ്മോൾ എ ടു ക്യാപിറ്റൽ ഇസഡ് വരയ്ക്കുള്ള എല്ലാ ലെറ്റേഴ്സും ഉണ്ടാകും. അതിനെ ചെക്ക് ചെയ്യും, അത് സ്മോൾ ലെറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇസ് ലോവർ ഓഫ് ch പറഞ്ഞ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? ഇറ്റ് വിൽ ബി ഐദർ 0 or 1. ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ 0 റിട്ടേൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇഫ് 0 എന്നാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവില്ല, അടുത്തതിലേക്ക് പോകും. ഇതിൽ 1 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. printf %c, to upper of ch. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാം. ഇസ് ലോവർ ഇസ് അപ്പർ, ഇങ്ങനെ 2 ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇത് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ലോവർ ആണോ അപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ സപ്പോസ് ലോവർ ആണെങ്കിൽ നമ്മൾ അപ്പറിൽ മാറ്റണമല്ലോ. അപ്പോൾ 2 അപ്പറും പിന്നെ 2 ലോവറും, ഇങ്ങനെ 4 ഫങ്ഷൻസ് ഉണ്ട്. 2 ഫങ്ഷൻസ് ചെക്ക് ചെയ്യാനും 2 ഫങ്ഷൻസ് മാറ്റാനും. അപ്പോൾ ഇവിടെ നമ്മൾ ലോവർ ആണെങ്കിൽ അതിനെ അപ്പറിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ എസ് ലോവർ ട്രൂ ആണെങ്കിൽ 2 അപ്പർ പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്ത് പ്രിന്റ് ആകും? 2 അപ്പർ ഓഫ് ch പറഞ്ഞാൽ ch-നെ ക്യാപിറ്റൽ ലെറ്ററാക്കി മാറ്റിയിട്ട് അത് പ്രിന്റ് ആകും. അല്ലെങ്കിൽ എൽസ് printf %c, to lower of ch. ഇസ് ലോവർ അല്ല, അതിൻ്റെ അർത്ഥം ഇസ് അപ്പർ ആയിരിക്കും, അപ്പർ കേസ് ആയിരിക്കും. അപ്പർ കേസ് ആണെങ്കിൽ അതിനെ ലോവർ കേസ് ആയിട്ട് മാറ്റണം. അപ്പോൾ 2 ലോവർ ഓഫ് ch കൊടുക്കാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്താൽ എൻ്റർ എ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ എൻ്റർ ചെയ്യാം. ടി എൻ്റർ ചെയ്തെന്ന് വെച്ചാൽ സ്മോൾ ടി വന്നു. ടി ക്യാപിറ്റൽ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഫാൾസ് ആകും. ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. എൽസിൽ പോയിട്ട് അതിനെ ലോവർ ആക്കി മാറ്റിയിട്ട് പ്രിന്റ് ചെയ്യും. ഇത് ഞാനിപ്പോൾ സ്മോൾ ലെറ്റർ കൊടുത്തു എന്ന് വെച്ചാൽ ഇസഡ് കൊടുത്താൽ ക്യാപിറ്റൽ ഇസഡ് നമുക്ക് വരുന്നുണ്ട്. സോ ഇത് ഒരു പ്രോഗ്രാം. വേറെ ഒന്ന് വന്നിട്ട് ഓഡ് ഓർ ഈവൻ ഇൻറ്റീജർ. ഒരു യൂസർ എൻ്റർ ചെയ്യുന്ന ഇൻറ്റീജർ വന്നിട്ട് ഈവൺ ആണോ അല്ല ഓഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് വന്നിട്ട് ഇപ്പോൾ ഒരു ഇൻറ്റീജർ വാങ്ങണോ, scanf
percentage d, ampersand num. ഓക്കെ, ഇപ്പോൾ ഈവൺ ആണെങ്കിൽ നമുക്കറിയാം ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഇഫ് നം മോഡ് 2 ആണ് നമ്മൾ യൂസ് ചെയ്യണത്. എന്തുകൊണ്ട് മോഡ് 2 എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു നമ്പർ എടുക്കാം, 10 എടുക്കാം. ഓക്കെ, 10 വന്നിട്ട് ഡിവിസിബിൾ ബൈ 2, ഇത് ഈവൺ ആണ് നമുക്കറിയാം. സോ 10 ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ എന്തുകൊണ്ട് അതിനെ ഡിവിസിബിൾ പറയണമെന്ന് വെച്ചാൽ 2 കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടുന്നില്ല. റിമൈൻഡർ എപ്പോഴുമേ 0 ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ എന്ന് പറയുന്നു. അപ്പോൾ 10 മോഡ് 2 ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ മോഡ് ഓപ്പറേറ്റർ ചെയ്തിട്ട്, അതായത് 10 ഡിവൈഡഡ് ബൈ 2 വന്നിട്ട് നമുക്ക് 5 കിട്ടുന്നു. ബട്ട് റിമൈൻഡർ നോക്കി നമുക്ക് റിമൈൻഡർ ഇല്ല, കാരണം 0 ആയിരിക്കും റിമൈൻഡർ. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്, അപ്പോൾ 0 ആയിരിക്കും. അതാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നം മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ printf even number. Okay, else printf odd number. Okay, ഇപ്പോൾ ഒരു ഈവൺ നമ്പർ കൊടുത്ത് നോക്കാം. 56 ഈവൺ നമ്പറിന് പ്രിന്റ് ചെയ്തു. ഇപ്പോൾ ഓഡ് നമ്പർ കൊടുത്ത് നോക്കിയാൽ ഏത് നമ്പർ ആണെങ്കിലും, ഇപ്പോൾ 155 ഓഡ് നമ്പറിന് പ്രിന്റ് ചെയ്തു. സോ ഈ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നം മോഡ് 2 ഈക്വൽ ടു 0, അതായത് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ വന്നിട്ട് 0 ആണെങ്കിൽ അത് ഈവൺ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോഗ്രാം നോക്കിയാൽ സം ഓഫ് ഓഡ് ആൻഡ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സിമിലർ ടു ദിസ്. ഇവിടെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും, കാരണം എത്ര നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങാം. സോ നം ഓക്കെ ഇപ്പം നമ്മൾ നമ്പർ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഏത് റേഞ്ചിൽ, ഫസ്റ്റ് 10 നമ്പേഴ്സ് ആണോ 20 നമ്പേഴ്സ് ആണോ എന്നുള്ളത് യൂസറിൻ്റെ നിന്ന് നമ്മൾ വാങ്ങാം. അപ്പോൾ അത് scanf %d, ampersand num. ഇപ്പോൾ നമ്മൾ ലൂപ്പിലിട്ടിട്ട് അത് ഓഡോ ഈവനും ചെക്ക് ചെയ്ത് സം കണ്ടുപിടിക്കണം. അപ്പോൾ സം കണ്ടുപിടിക്കാൻ ഓഡിന് വന്നിട്ട് ഓഡ് സം ഈക്വൽ ടു 0, ഈവൻ സം കണ്ടുപിടിക്കാൻ ഈവൻ സം ഈക്വൽ ടു 0 എന്ന് 2 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യണം. എന്തുകൊണ്ട് 0 ഇനിഷ്യലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമ്മിൻ്റെ കൂടെ ഓരോ നമ്പറായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടേ വരും. സോ ഫസ്റ്റ് സമ്മിൽ ഈ സം വേരിയബിളിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ടിങ് വിത്ത് 0 ആണെങ്കിൽ കറക്റ്റായിട്ട് ആഡ് ആകും, ഇല്ലെങ്കിൽ ഗാർബേജ് വാല്യൂ ആഡ് ചെയ്യും. സോ അതുകൊണ്ടാണ് 0 ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കണം. സോ ഫോർ I is equal to 1, I less than or equal to num. അതായത് 1 തൊട്ട് യൂസർ ഡിഫൈൻ കൊടുത്തിരിക്കുന്ന നമ്പർ വരയ്ക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. I പ്ലസ് പ്ലസ്. ഓക്കെ, ഇപ്പോൾ ചെക്ക് ചെയ്യണം ഓർഡർ ഈവനാണ്. സോ ഇഫ് I മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഈവൻ സം പ്ലസ് ഈക്വൽ ടു I, else odd sum plus equal to I. ഇപ്പോൾ ഇത് രണ്ടും പ്രിന്റ് ചെയ്യാം. %d is the even sum and %d is the odd sum, even sum variable, odd sum variable. ഓക്കെ, ഈ I ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ I ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ആദ്യം റേഞ്ച് കൊടുക്കണം. സോ ഞാൻ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 2 3 4 5ൻ്റെ ഓഡ് സമ്മും ഈവൻ സമ്മും കാണാൻ പോകണം. സോ ഓഡ് സം നോക്കിയാൽ 1 3 പിന്നെ 5. അപ്പോൾ 5 + 4 9 ആണ് ഓഡ് സം. ബാക്കിയുള്ളത് ഈവൻ സം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. സോ 6 is the even sum and 9 is the odd sum. അടുത്ത പ്രോഗ്രാം
ലീപ്പ് ഇയർ ഓർ നോട്ട്, ഒരു ഇയർ തന്നിട്ട് അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻറ്റ് ഇയർ scanf %t, ampersand year. ഓക്കെ, ഇപ്പോൾ ഇഫ് എങ്ങനെ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഫസ്റ്റ് ഡിവിസിബിൾ ബൈ 400 ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഇയർ വന്നിട്ട് ആ നമ്പർ വന്നിട്ട് ഡിവിസിബിൾ ബൈ 400 ആയിരിക്കണം. അത് ഡിവിസിബിൾ ബൈ 400 ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. സപ്പോസ് ഡിവിസിബിൾ ബൈ 400 അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 100 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 100 അങ്ങനെ ഡിവിസിബിൾ ബൈ 400 അല്ല, ഡിവിസിബിൾ ബൈ 100 ആണെന്ന് പറഞ്ഞാൽ അത് ലീപ്പ് ഇയർ അല്ല. സോ ഈ രണ്ട് കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. ഇത് മൂന്നും അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. അപ്പോൾ ഇത് ലീപ്പ് ഇയർ ആണ്. ഇത് ഫാൾസ് ആയിട്ട് ഇത് ട്രൂ ആയ ലീപ്പ് ഇയർ അല്ല. ഇത് ഫാൾസ്, ഇത് ട്രൂ ആയ ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. ഇത് മൂന്നും ഫാൾസ് ആയ ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇഫ് ഇയർ മോഡ് 400 equal to 0, ഓക്കെ, printf leap year. else ഇത് ഫാൾസ് ആണെങ്കിൽ പിന്നെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ഇയർ മോഡ് 100 equal to 0 ആണെങ്കിൽ printf not a leap year. ഇതും ഫാൾസ് ആണെങ്കിൽ എൽസ് ഇഫ്, അതായത് 4 years once ആണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുക. അപ്പോൾ ഡിവിസിബിൾ ബൈ 100ഉം അല്ല, അങ്ങനെ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നമ്മൾ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇയർ മോഡ് 4 equal to 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ഓക്കെ, ഇത് മൂന്നും അല്ലെങ്കിൽ നോട്ട് എ ലീപ്പ് ഇയർ. ഓക്കെ, നോട്ട് എ ലീപ്പ് ഇയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനെ തന്നെ നമ്മൾ ചെറുതാക്കിയിട്ട്, അതായത് ഈ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ആകും, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ നമ്മൾ ഇന്ന് ചെറുതാക്കി ഷോർട്ടാക്കി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ പിന്നെയും ഇഫ് കണ്ടീഷൻ വേണം. ഇഫ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഇയർ മോഡ് 4 equal to 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 4 ആണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആംപസൻഡ് ഇയർ മോഡ് 100 നോട്ട് ഈക്വൽ ടു 0. കാരണം 100 ഡിവിസിബിൾ അല്ലാത്ത കാരണമാണ് അടുത്ത എൽസിഫിക്ക് വന്നത്. സോ അവിടെ ആംപസൻഡ് ആണ് നമ്മൾ കൊടുക്കുക. സോ ഒന്നുകിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. അപ്പോൾ ഇതിനെ ഒരു തനി ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കാം. ഓർ വേറൊരു കണ്ടീഷൻ എങ്ങനെ ട്രൂ ആകുമെന്ന് വെച്ചാൽ ഇയർ മോഡ് 400 equal to 0 നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. printf leap year else printf not a leap year. ഇത് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. അതേ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ 2004 കൊടുത്താൽ ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. 2014 കൊടുത്താൽ നോട്ട് എ ലീപ്പ് ഇയർ. സോ
ഇത് ഷോർട്ടായിട്ട് നമുക്ക് ഒരേ ലൈനിൽ തീർക്കണ മാതിരി ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, വവൽ ഓർ കോൺസണന്റ്. ഓക്കെ, ഇത് എങ്ങനെയെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ക്യാരക്ടർ വാങ്ങണം. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. char ch scanf %c, %ch. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ വവലാണെങ്കിൽ നമുക്ക് ക്യാപിറ്റലും ചെക്ക് ചെയ്യണം, സ്മോളും ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇഫ് എൽസ് യൂസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാം. ഇഫ് ch ഈക്വൽ ടു a, അതായത് എ ഇ ഐ ഒ ആണ് വവൽസ്. അപ്പോൾ ch വന്നിട്ട് ഈക്വൽ ടു പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണ വാല്യൂ ഇതാണെന്ന് ചെക്ക് ചെയ്യണം. സോ ക്യാരക്ടർ എ ആണോന്ന് ചെക്ക് ചെയ്യാം. ഓർ ch ഈക്വൽ ടു ക്യാപിറ്റൽ എ, രണ്ടും ചെക്ക് ചെയ്യണം. ഓർ ch ഈക്വൽ ടു ഇ, ഓർ ch ഈക്വൽ ടു ക്യാപിറ്റൽ ഇ, ഓർ ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് എ വവൽ. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് ട്രൂ ആണെങ്കിൽ printf vowel, else printf consonant. ഓക്കെ, ഇത് നമ്മൾ നോക്കാം. ഇപ്പം ഞാൻ എ കൊടുത്തു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വവൽ. ഇത് ഞാൻ ക്യാപിറ്റൽ എന്ന് കൊടുത്താൽ അതും വവലാണെന്ന് പ്രിന്റ് ചെയ്യണം. സോ എല്ലാമേ ആ കണ്ടീഷനിലുണ്ട്. ക്യാപ്സിനും സ്മോളിനും രണ്ടിനും കൊടുത്തിട്ടുണ്ട്. സോ അഗൈൻ ഇറ്റ് ഈസ് എ വവൽ. വേറെ ഒന്ന് കൊടുത്ത് നോക്കി. ഇപ്പോൾ കെ കൊടുത്താൽ ഇറ്റ് ഈസ് എ കോൺസണന്റ് എന്ന് പ്രിന്റ് ചെയ്തു. സോ ഇത് വെറുതെ ഇഫ് എൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതേ നമുക്ക് സ്വിച്ച് കേസ് യൂസ് ചെയ്ത് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ സ്വിച്ച് വേരിയബിൾ ആയിട്ട് നമ്മൾ CH കൊടുക്കണം. എന്നിട്ട് കേസ് ക്യാരക്ടർ ആണല്ലോ, അപ്പോൾ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആണെങ്കിൽ ഫൈനലായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകണം. സോ ഒരു ബ്രേക്കും വേണ്ട, ഇതിനുള്ളിലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വേണ്ട. സോ കേസ് എ, ക്യാപിറ്റൽ എ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ. ബ്രേക്ക് കൊടുക്കാത്ത കാരണം ഫോൾ ത്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ എൻഡ് വരയ്ക്കും ചെക്കായിട്ട് വരും. അവിടെ ഒന്നും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാത്ത കാരണം ഫൈനലായിട്ട് നമ്മൾ യുവിന് പ്രിന്റ് ചെയ്യാൻ പോകണം. printf vowel, എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതായത് ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ വവൽ ആണെന്ന് പ്രിന്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് കൊടുക്കാം കോൺസണൻറ്റിന്. default printf consonant. ഓക്കെ, ഇപ്പോൾ വവൽ കൊടുത്ത് നോക്കാം. I, it is a vowel. കോൺസണന്റ് കൊടുത്താൽ എഫ് കൊടുത്ത കോൺസണന്റ്. ഓക്കെ, സോ ഇത് സ്വിച്ച് കേസിലും അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത പ്രോഗ്രാം എന്താന്ന് നോക്കിയാൽ പ്രൈം നമ്പർ ഓർ നോട്ട്. ഓക്കെ, അതായത് യൂസർ എൻട്രി ചെയ്യുന്ന ഒരു നമ്പർ വന്നിട്ട് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യണം. int n scanf %d, %n. ഓക്കെ, ഇപ്പം നമ്മൾ ലൂപ്പിന് ഒരു വേരിയബിൾ വേണം. ഓക്കെ, ഫോർ i ഈക്വൽ ടു 2. എന്തുകൊണ്ട് നമ്മൾ i ഈക്വൽ ടു 2 സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 1 is neither prime nor composite ആണ്. അപ്പോൾ അത് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 തൊട്ടിട്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 i പ്ലസ് പ്ലസ്. ഇപ്പോൾ 2 തൊട്ട് നമ്മൾ തുടങ്ങി. ഇപ്പം നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? പ്രൈം, അതായത് കോമ്പോസിറ്റ് നമ്പേഴ്സിനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം 2 തൊട്ട് തുടങ്ങിയ കാരണം വൺ ഓർ മോർ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലാതെ അതിൽ കൂടുതൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആ നമ്പറിനെ എന്ന് പറഞ്ഞാൽ അത് കോമ്പോസിറ്റ് നമ്പറാണ്. സോ ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഇഫ്
n mod I equal to 0. 1 ഓൾറെഡി അതിൻ്റെ ഒരു ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 1 ആണ്. അതല്ലാതെ ആ നമ്പറും അതിൽ ഡിവിസിബിൾ ആണ്. ഇത് അല്ലാതെ നമ്മളിവിടെ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് നോക്കില്ലേ, n/2 വരയ്ക്കും നമ്മൾ ചെയ്യുള്ളൂ. സോ ഈ രണ്ട് കണ്ടീഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലാഗ് വേരിയബിൾ കൊടുത്തിട്ട് അതിനെ 1 ആക്കി മാറ്റിയിട്ട് ബ്രേക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ബ്രേക്കിന് മുമ്പ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടി വരും. ബ്രേക്ക് ചെയ്ത ശേഷം, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് നിന്ന് വിട്ട് വരുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഗ് വേരിയബിൾ 1 ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സും ഫ്ലാഗ് വേരിയബിൾ 0 ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫ്ലാഗ് വേരിയബിൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫ്ലാഗ് 1 ആക്കിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട് നമ്മളിവിടെ n/2 വരയ്ക്കും ചെക്ക് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഒരു നമ്പറിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ വന്നിട്ട് n/2-നെക്കാട്ടും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു n/2 ആയിരിക്കും. സോ അത് നമുക്കറിയാം, ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും മാക്സിമം ഉള്ള. ആ ഫാക്ടേഴ്സിൽ നോക്കിയാൽ മാക്സിമം വാല്യൂ വന്നിട്ട് ഒന്നുകിൽ n/2 ആയിരിക്കും, അല്ലെങ്കിൽ n/2-ന് ചെറുതായിരിക്കും. നമ്മൾ n/2 വരയ്ക്കും, റൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് ഇന്നൊരു പോസിബിലിറ്റി ഉണ്ട്, n ഈക്വൽ ടു 1 ആണെങ്കിൽ പ്രിന്റ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്, അത് നമ്മൾ പ്രിന്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ ചെക്ക് ചെയ്യണ്ടു. ഇതല്ലെങ്കിൽ 1 അല്ലെങ്കിൽ പിന്നെ എൽസിൻ്റെ ഉള്ളിൽ ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫ്ലാഗ് എപ്പോൾ 0 ആയിരിക്കും എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് 1 ആയി ബ്രേക്ക് ആകും. ഇത് അല്ലെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതാണ് പ്രൈം നമ്പറിനുള്ള കണ്ടീഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ്. സോ എൽസ് printf കോമ്പോസിറ്റ്. അപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാം. 5 കൊടുത്ത ഇസ് എ പ്രൈം നമ്പർ. ഇപ്പോൾ 10 കൊടുത്ത ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, സോ ഇതാണ് പ്രൈമും കോമ്പോസിറ്റും. അപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ് ഇൻ ദി ഗിവൻ റേഞ്ച്. അതായത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് ചെക്ക് ചെയ്യണം, ഐ മീൻ പ്രിന്റ് ചെയ്യണം പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ റേഞ്ച് വാങ്ങണം. ഇൻറ്റ് L, R. ഓക്കെ, ലെഫ്റ്റും റൈറ്റും എന്ന് പറയാം, നമ്മൾ വെക്കാം. n വാങ്ങില്ല. %t, %t, %L, %R. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും റേഞ്ച് വാങ്ങി. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് നിന്ന് തുടങ്ങി, അതായത് ഞാനിപ്പോൾ 5 ആണ് ലെഫ്റ്റ് റേഞ്ച് എന്ന് വെച്ചാൽ 5 തൊട്ട് 10 വരയ്ക്കുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പ്രിന്റ് ചെയ്യാൻ പോകണം. സോ ഫസ്റ്റ് നമ്മൾ ഫ്ലാഗ് വേരിയബിൾ 0 ആയി കൊടുക്കണം. ഇപ്പം അതേ കണ്ടീഷൻ നമ്മൾ പ്രൈം ഓർ കോമ്പോസിറ്റ് കണ്ടുപിടിച്ചാൽ സെയിം കണ്ടീഷനാണ്. സോ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ n/2-ന് പകരം നമ്മൾ i വാല്യൂസ് ആണ്, അതായത് ഇതിലാണല്ലോ നമുക്കുള്ള നമ്പർ ഉള്ളത്. ഇപ്പം ഞാൻ 5 to 10 പറഞ്ഞാൽ 5-നെ i-ൽ സ്റ്റോർ ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. സോ i/2 കൊടുത്തിട്ട് j++ കൊടുക്കുക. ഇപ്പോൾ ഇഫ് i mod j ഈക്വൽ ടു 0, അതായത് അത് ഡിവിസിബിൾ ആണെങ്കിൽ കോമ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഫ്ലാഗ് 1 കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ജെ ലൂപ്പ് ബ്രേക്ക് ആകും. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യണം, ഫ്ലാഗ് 0 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യുക. ഫ്ലാഗ് 0 ആണെങ്കിൽ അത് പ്രൈം ആയിരിക്കുമല്ലോ. ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഫ്ലാഗ് 1 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആകില്ല. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങും. സോ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ 2 തൊട്ട് 10 വരയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്താൽ 2, 3, 5, 7 നമുക്ക് പ്രിന്റ് ആകും. ഓക്കെ, അടുത്ത പ്രോഗ്രാം നോക്കിയാൽ അടുത്ത പ്രോഗ്രാം വന്നിട്ട് പവർ ഓഫ് എ നമ്പർ യൂസിങ് ഫംഗ്ഷൻ വിത്തൗട്ട് യൂസിങ് ഫംഗ്ഷൻ. അതായത് ഒരു നമ്പറിൻ്റെ നമ്മൾ പവർ കണ്ടുപിടിക്കണം. അത് ഒന്ന് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഇന്നൊന്ന് വന്നിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ടിൽ വന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക, അത് ഈസിയാണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ പവർ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക, POW പറഞ്ഞിട്ട്.
അപ്പോൾ അതിനൊരു ഹെഡർ ഫയൽ നമുക്ക് യൂസ് ചെയ്യണം. പവർ സ്ക്വയർ റൂട്ടൊക്കെ വന്നിട്ട് നമ്മൾ സ്ക്വയർ ഫംഗ്ഷനൊക്കെ മാത്ത് ഡോട്ട് എച്ച് പറഞ്ഞൊരു ഹെഡർ ഫയലാണ്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് ഈ ഹെഡർ ഫയലാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാങ്ങും. എന്തൊക്കെ വാങ്ങണം എന്ന് വെച്ചാൽ ബേസും വാങ്ങണം, എക്സ്പൊണൻറ്റും വാങ്ങണം. അപ്പോൾ ഇൻറ്റ് ബേസ് എക്സ്പൊണൻറ്റ് റിസൾട്ട്, അതായത് സ്റ്റോർ ചെയ്യാനുള്ള ഈ പവർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ. ഇപ്പോൾ സ്കാൻഎഫ് %d ആംപർസൻറ്റ് ബേസ് ആംപർസൻറ്റ് എക്സ്പൊണൻറ്റ് ഇത് രണ്ടും യൂസറിൻ്റെ നിന്ന് വാങ്ങണം. ഇപ്പോൾ എങ്ങനെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ റിസൾട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകണു എന്താണ് പവർ ഫംഗ്ഷൻ POW ഫംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ ബേസ് എക്സ്പൊണൻറ്റ് ഇതാണ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ബേസും എക്സ്പൊണൻറ്റ്, ഫസ്റ്റ് ബേസ് പിന്നെ എക്സ്പൊണൻറ്റ് ഇത് രണ്ടും പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്താൽ ബേസ് പവർ എക്സ്പൊണൻറ്റ് പറഞ്ഞിട്ട് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകും. എന്നിട്ട് ആ പവറിനെ റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. അത് പ്രിന്റ് ചെയ്ത് നോക്കാം. printf %d /n കൊടുത്തിട്ട് %d പവർ %d ഈക്വൽ ടു %d അതായത് ബേസ് പവർ എക്സ്പൊണൻറ്റ് ഈക്വൽ ടു നമ്മുടെ റിസൾട്ട്. ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 2 പവർ 4 ആണെന്ന് നോക്കിയാൽ 2 ബേസ് 4 എക്സ്പൊണൻറ്റ് അപ്പോൾ 16 കിട്ടി. ഇതിങ്ങനെയാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഇല്ല ഫംഗ്ഷൻ യൂസ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ബേസും എക്സ്പൊണൻറ്റും ഒക്കെ വാങ്ങാം. എന്നിട്ട് ഇത് വേണ്ട, ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇത് നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഒരു വേരിയബിൾ വേണം. i = 1 തൊട്ട് നമ്മൾ തുടങ്ങണം. അപ്പോൾ വൈൽ i is less than or equal to എക്സ്പൊണൻറ്റ്. അപ്പോൾ 1 തൊട്ട് ഈ നമ്പർ പവർ 1 പവർ 2 പവർ 3 പറഞ്ഞിട്ട് എക്സ്പൊണൻറ്റ് വരയ്ക്കും നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റാർ ഈക്വൽ ടു ബേസ്. ഓക്കെ, ഇപ്പോൾ i++ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ റിസൾട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുക്കണം. ഇപ്പം ഞാൻ പറയാം എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 2 പവർ 3 ആണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചോളൂ. 2 പവർ 3 ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആവാൻ നോക്കിയാൽ ഫസ്റ്റ് i 1 ആയിരിക്കും, റിസൾട്ടും 1 ആയിരിക്കും. അപ്പോൾ i വന്നിട്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേന്ന് ചെക്ക് ചെയ്യും. y 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആണ്. അപ്പോൾ എന്താകും റിസൾട്ട് അതായത് 1 ഈക്വൽ ടു റിസൾട്ട് എന്ത് സ്റ്റോർ ആവുമെന്ന് വെച്ചാൽ 1 സ്റ്റാർ ബേസ്. അപ്പോൾ 1 സ്റ്റാർ 2 ഈക്വൽ ടു 2 എന്നുള്ളത് സ്റ്റോർ ആകും. i++ ആകും. അപ്പോൾ i 2 ആയോ? അപ്പോൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അതും ട്രൂ ആണ്. അപ്പോൾ എന്താകുമെന്ന് വെച്ചാൽ റിസൾട്ടിൽ എന്ത് സ്റ്റോർ ആകും, റിസൾട്ട് ഓൾറെഡി ഉള്ള റിസൾട്ട് വന്നിട്ട് 2 ആണ്. 2 സ്റ്റാർ ബേസ് 2 സ്റ്റാർ 2 ഈക്വൽ ടു 4 സ്റ്റോർ ആയി. ഇപ്പോൾ അടുത്തത് i++ ചെയ്ത 3 ആകും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്തുണ്ട് 4 ഉണ്ട്. അപ്പോൾ റിസൾട്ട് എന്ത് സ്റ്റോർ ആകും 4 സ്റ്റാർ 2 വിച്ച് ഇസ് ഈക്വൽ ടു 8. പിന്നെ i++ ആകും. അപ്പോൾ 4 ആയോ, 4 ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 4 ഇസ് ഗ്രേറ്റർ ദാൻ 3. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വൈൽ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് റിസൾട്ട് എന്തുണ്ട് 8 ഉണ്ട്. 8 പ്രിന്റ് ആകും. അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത് നോക്കാം. 2 3 ഓക്കെ. അപ്പോൾ 2 പവർ 3 ഈക്വൽ ടു 8 എന്ന് പ്രിന്റ് ആയി. സോ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഇല്ലാതെ നമ്മൾ പവർ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഗ്രേഡ് യൂസിങ് സ്വിച്ച്, അതായത് സ്വിച്ച് കേസ് വെച്ചിട്ട് ചെറിയത് ബേസിക് പ്രോഗ്രാം എല്ലാവരും ചെയ്യുന്നത് തന്നെ. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്വിച്ച് കേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കണമെന്ന് വെച്ചോളൂ. അതെങ്ങനെയാണെന്നാ ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് എന്താണെന്ന് നോക്കണമെന്ന് വെച്ചാൽ
മാർക്ക് വാങ്ങണമല്ലോ. സോ മാർക്ക് എം, ഇത് യൂസറിൻ്റെ എന്ന് വാങ്ങണം. സ്കാനഫ് പെർസെൻറ്റേജ് ഡി കമ ആംപർസെൻറ്റ് എം. ഇപ്പോൾ മാർക്ക് വാങ്ങി. ഇപ്പോൾ ഞാൻ ഈ മാർക്കിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 10ൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്വിച്ചിൽ കൊടുക്കും. അത് സ്വിച്ച് ഓഫ് എം ഡിവൈഡഡ് ബൈ 10, അതായത് 10 റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ 10 കൊടുക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് വേരിയബിൾ അവിടെ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാം. കേസ് 10 ആണെങ്കിൽ printf S ഗ്രേഡ് എന്നിട്ട് ബ്രേക്ക് ചെയ്യാം. ഇതല്ല കേസ് 9 ആണെങ്കിൽ എ ഗ്രേഡ് കൊടുക്കാം. സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, പക്ഷേ ഇവിടെ എസിന് പകരം എ ഗ്രേഡ് വരും. ഇതേത് 8ഉം നമ്മൾ 5 വരയ്ക്കും ചെക്ക് ചെയ്യാം. 5ന് താഴെ പോയി എന്ന് വെച്ചാൽ ഫെയിൽ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഡീഫോൾട്ടിൽ വന്നിട്ട് ഫെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം സ്റ്റുഡൻസിന് വന്നിട്ട് യൂസർ എൻട്രിയുടെ മാർക്ക് വന്ന് 100 ആണെന്ന് വെച്ചാൽ എസ് ഗ്രേഡ്. ഓബ്വിയസ്ലി 100 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ 10 ആയിരിക്കും. സോ കേസ് 10 പോകുമ്പോൾ എസ് ഗ്രേഡ് ആയിരിക്കും. ഇതേത് വേറെ ഏതെങ്കിലും കൊടുത്താൽ, ഇപ്പോൾ ഞാൻ 80 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബി ഗ്രേഡ്, കാരണം 80 ബൈ 10 is 8, അപ്പോൾ ബി ഗ്രേഡിൻ്റെ ഉള്ളിൽ വരും. സോ അങ്ങനെയാണ് സ്വിച്ച് കേസിൽ വന്നിട്ട് നമുക്ക് ഗ്രേഡ് കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കിയുള്ള പ്രോഗ്രാംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.